2025 നടക്കാൻ പോകുന്ന LSS സ്കോളർഷിപ്പിൻ്റെ ഗണിതം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 10,000-ൽ എത്ര നൂറുകളാണ് ഉള്ളത്? 100 നൂറുകളാണ് 10,000-ൽ ഉള്ളത്. ഈ തന്നിരിക്കുന്ന സംഖ്യയെ അക്ഷരത്തിൽ എഴുതുന്നത് എങ്ങനെ? 9909. 2000-നെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം ഏതാണ്? 1000 + 1000 2000. അപ്പോൾ M എന്നാണ്. അതായത് ഈ റോമൻ നമ്പറെല്ലാം കാണാതെ ഒന്ന് പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ നമ്പർ വരുമ്പോഴും അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് റോമൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. 1500-നെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം ഏതാണെന്ന് ചോദിച്ചാൽ 1000 + 500 ആണ്. അപ്പം MD എന്നതാണ് റോമൻ അക്കം. 100-നെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 എന്നുള്ള വേർഡ് C എന്നതാണ്. 2024-നെ റോമൻ അക്കത്തിൽ എങ്ങനെ എഴുതാം? 2000 + 20 + 4 എന്നാണ്. അതായത് MMXX4 എന്ന് വരും അതിൻ്റെ റോമൻ നമ്പർ. 200-ാമത്തെ ഇരട്ട സംഖ്യ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. 400 ആണ് 200-ാമത്തെ ഇരട്ട സംഖ്യ. 50-ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? 99 ആണ് ഒറ്റ സംഖ്യ. 200-ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. 399 ആണ് 200-ാമത്തെ ഒറ്റ സംഖ്യ. അപ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും കാണാതെ. 560-നെ റോമൻ അക്കത്തിൽ എഴുതണം. 500 + 50 + 10. അപ്പം DLX എന്നതാണ് അതിൻ്റെ റോമൻ അക്കം. 3 മിനിറ്റ് എന്ന് പറഞ്ഞത് എത്ര സെക്കൻഡാണ് എന്നതാണ് ചോദ്യം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണെങ്കിൽ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 60 180 മിനിറ്റ് ആയിരിക്കും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ് എന്നതാണ് അടുത്ത ചോദ്യം. 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റാണ് ഉത്തരം. അതിവർഷത്തെ ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? 365 ദിവസങ്ങളാണ് നോർമൽ ഇയറിൽ. അതിവർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 1:45 PM-നെ 24 മണിക്കൂർ ക്ലോക്കിലെ സമയമാക്കിയാൽ എങ്ങനെയാണ് എഴുതുക? 13:45 PM. 85 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ 25 മിനിറ്റ് ആണ് എന്നാണ് ചോദ്യം. 1 മണിക്കൂർ 25 മിനിറ്റാണ് 85 മിനിറ്റ് എന്നത്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9999 ആണ്. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. 10,000 ആണ് ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ. 1 മുതൽ 10 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പം 55. 10,000-ൽ 900 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9100 ആണ് ആൻസർ. ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ സമവാക്യം ഇങ്ങനെയാണ്. 2 × നീളം + വീതി. 6 വശങ്ങളുള്ള രൂപത്തിനെ വിളിക്കുന്നത് എന്താണ്? ഷഡ്ഭുജം എന്നതാണ് 6 വശങ്ങളുള്ള രൂപം അറിയപ്പെടുന്നത്. 4 വശവും തുല്യമായ ചതുരത്തെ വിളിക്കുന്നത് എങ്ങനെയാണ്? സമചതുരമാണ് 4 വശവും തുല്യമായത്. 5 വശങ്ങളുള്ള രൂപത്തെ വിളിക്കുന്നത് പഞ്ചഭുജം എന്നതാണ് 5 വശങ്ങളുള്ള രൂപം. 1000 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എന്നതാണ് അടുത്ത ചോദ്യം. 500-ാമത്തെ ഇരട്ട സംഖ്യയാണ് 1000. ഒരു മാസത്തെ 10-ാം തീയതി തിങ്കൾ ആണെങ്കിൽ ആ മാസത്തിലെ 30-ാം തീയതി ഏത് ദിവസം ആയിരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. ഞായറാണ് ആ മാസത്തിലെ 30-ാം തീയതി. അടുത്തത്, ഒരു വിദ്യാലയത്തിൽ ഗ്രന്ഥാലയമൊരുക്കാൻ 24 കസേരകളും 12 മേശകളും വാങ്ങി. കസേരയ്ക്ക് 850 രൂപയും മേശയ്ക്ക് 2345 രൂപയുമാണ് വില. സ്കൂൾ PTA 16,000 രൂപ സമാഹരിച്ചു. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശയ്ക്കും കസേരകൾക്കുമായി ആകെ എത്ര രൂപ ചെലവ് വന്നു എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം PTA കമ്മിറ്റി സമാഹരിച്ചത് കഴിച്ച് ഇനി എത്ര തുക കണ്ടെത്തണം എന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മേശയ്ക്കും കസേരകൾക്കുമായി ആകെ എത്ര രൂപ ചെലവ് വന്നു. അപ്പോൾ കസേരയ്ക്ക് 24 × 850 20,400. മേശയ്ക്കാണെങ്കിൽ
12 മേശ 2345 വെച്ച് 28,140. മൊത്തത്തിൽ 48,540 രൂപയാണ് ചിലവ് വന്നത്. PTA കമ്മിറ്റി സമാഹരിച്ച തുക എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ്. നമുക്ക് കണ്ടെത്തേണ്ട തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 48,540 PTA കമ്മിറ്റി സമാഹരിച്ചത് 16,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ 32,540 രൂപയാണ് കണ്ടെത്തേണ്ടത്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരായിരുന്നു എന്നതാണ്. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സമൂഹ മാധ്യമ ഉപയോഗം വിലക്കുന്ന ബിൽ പാസാക്കിയ ആദ്യ രാജ്യം ഏത് എന്നതാണ്. അതിൻ്റെ ഉത്തരം ഓസ്ട്രേലിയ ആണ്. 16 വയസ്സ് താഴെയുള്ള കുട്ടികളെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിലക്കുന്നത്. അപ്പം ഉത്തരം പറഞ്ഞ അനികയ്ക്കും കൃഷ്ണയ്ക്കും എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.